Welcome back to the new class of Computer Application Business. Today we are going to start the fourth module of Computer Application Business, that is e-commerce. Computer Application Businessന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇ-കൊമേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇത് നമ്മുടെ നാലാമത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. എന്താണ് ഇ-കൊമേഴ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇ-കൊമേഴ്സ് ആണെന്നുള്ളത് നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ശരിക്കും ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇ എന്ന് ഉദ്ദേശിച്ചാൽ തന്നെ ഇലക്ട്രോണിക്കലി അല്ലേ, ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ് ഇ-കൊമേഴ്സ്. അതായത് സാധനങ്ങളും അതുപോലെ തന്നെ സർവീസസും, ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഒരു ഇലക്ട്രോണിക് മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ആമസോൺ ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇ-കൊമേഴ്സ് ആണ്. OLX ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇ-കൊമേഴ്സ് ആണ്. അപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലേ, ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് ഫണ്ട് ഓർ ഡാറ്റ ഓർ ഈവൻ എൻ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്, പ്രൈമർലി ദ ഇൻ്റർനെറ്റ്, ഇതിനെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോണിക്കലി ഉള്ള ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആക്ടിവിറ്റീസാണ്, അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഇ-കൊമേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇ-കൊമേഴ്സ് പല ഫോമിലുണ്ട്. അതിൽ ചില ഫോമുകളാണ് എഴുതിയിട്ടുള്ളത്. ബിസിനസ് ടു ബിസിനസ് ഉണ്ട്. ഒരു ബിസിനസ് ഓർഗനൈസേഷനും മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷനും തമ്മിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ് B2B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ടു കൺസ്യൂമറും കൺസ്യൂമർ ടു കൺസ്യൂമറും കൺസ്യൂമർ ടു ബിസിനസ്സും ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സ്ലൈഡുകളിൽ പറയും. ഇ-കൊമേഴ്സ് എന്നതുകൊണ്ട് എന്തുദ്ദേശിക്കുന്നു എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലേ, ത്രൂ എൻ ഇലക്ട്രോണിക് മീഡിയ. അല്ലാന്നുണ്ടെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫറും ആവാം. ഫണ്ടിൻ്റെ ട്രാൻസ്ഫർ ഇലക്ട്രോണിക്കലി ചെയ്യുന്നതും ഒരു ഇ-കൊമേഴ്സ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ കണ്ടക്റ്റഡ് ഇലക്ട്രോണിക്കലി ഓൺ ദ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇ-കൊമേഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ. ഇനി ഒന്നുകൂടെ സിമ്പിളാക്കി പറയണമെന്നുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് ഈസ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓവർ ദ ഇൻ്റർനെറ്റ് എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇ-കൊമേഴ്സിന് പല ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. B2B, B2C എന്ന് പറഞ്ഞുള്ള കുറച്ച് ടൈപ്പുകളുണ്ട്. ഇത് നമുക്ക് സിലബസിലനുസരിച്ചിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇ-കൊമേഴ്സിന് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കമ്പൽസറി ആവുള്ളതാണ്. ഇൻ്റർനെറ്റ് വഴിയാണ് ഇ-കൊമേഴ്സ് നടക്കുന്നത്. അപ്പോൾ കസ്റ്റമറിന് ഒരു ഓൺലൈൻ സ്റ്റോറിലേക്ക് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ കസ്റ്റമർ ബ്രൗസ് ചെയ്തിട്ട് അവരുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഏത് ഡിവൈസാണെന്ന് വെച്ചാൽ ആ ഡിവൈസിൽ സെർച്ച് ചെയ്ത് ബ്രൗസ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അവരുടെ സ്വന്തം ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഓർഡർ പ്ലേസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ സാധാരണ ട്രഡീഷണൽ ഷോപ്പിൽ പോകുന്ന പോലെ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും അങ്ങനെ ഒരു സാധനം ഉണ്ടോ, എന്താണ് അതിൻ്റെ വില, എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടോ, അങ്ങനെയൊക്കെ കസ്റ്റമർക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുള്ള സംവിധാനമാണ് ഇ-കൊമേഴ്സ്. ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഓൺലൈൻ മാർക്കറ്റ് പ്ലേസസ്, ഇപ്പോൾ Amazon.com ഒരു എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ടൂൾ, SaaS ടൂൾ എന്ന് പറയും. അപ്പോൾ അത് ഉപയോഗിക്കുന്നതുണ്ട്. അത് ഓൺലൈൻ സ്റ്റോർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ടൂളാണത്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പറയാം, എ വേ ഓഫ് ഡെലിവറിങ് അപ്ലിക്കേഷൻസ് ഓവർ ദ ഇൻ്റർനെറ്റ് എന്നാണ് പറയുക. ഒരു സർവീസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിന് ടു റെന്റ് ഓൺലൈൻ സ്റ്റോർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഓർ ഓപ്പൺ സോഴ്സ് ടൂൾസ് ഫോർ കമ്പനീസ് ടു യൂസ് ഇൻ-ഹൗസ് ഡെവലപ്മെൻറ്റ് to manage. So ഈ SaaS പ്രൊവൈഡർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, നേരെ മറിച്ച് അത് അതിനകത്താണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇ-കൊമേഴ്സ് സൈറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് SaaS പ്രൊവൈഡേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് SaaS എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ബിഗ് കൊമേഴ്സ്, ഗൂഗിൾ ആപ്സ്, സെയിൽസ് ഫോഴ്സ്, ഡ്രോപ്പ് ബോക്സ്, അങ്ങനെയൊക്കെ ഉള്ളത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. കുറച്ച് ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസുകൾക്ക് എക്സാമ്പിൾസ് ആണ് താഴെ എഴുതിയിട്ടുള്ളത്. ആമസോൺ, eBay, വാൾമാർട്ട് മാർക്കറ്റ് പ്ലേസ്,
സ്വേ, വേഫെയർ, ന്യൂ എഗ്, ആലിബാബ, എറ്റ്സി, ഓവർസ്റ്റോക്ക്, റക്യൂറ്റൻ. ഇതൊക്കെ കുറച്ച് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് എക്സാമ്പിളാണ്. ഇതുവഴിയൊക്കെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ഓരോന്നിനും അതിൻ്റെതായുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നെക്സ്റ്റ്, ഇ കൊമേഴ്സ് മെട്രിക്സ് മോഡൽ. ഇ കൊമേഴ്സ് മെട്രിക്സിൽ വരുന്നത് ബിസിനസ്, കൺസ്യൂമർ, ഗവൺമെന്റ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഒരു മെട്രിക്സിൽ വരുന്നത്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റോ ആയിട്ടും കോളം ആയിട്ടും നമ്മൾ സെയിം തന്നെ എഴുതിയിട്ടുണ്ട്. ബിസിനസ്, കൺസ്യൂമർ, ഗവൺമെന്റ്. അതുപോലെ തന്നെ മുകളിലും ബിസിനസ്, കൺസ്യൂമർ, ഗവൺമെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ബിസിനസ്സും കൂടി വരുന്ന ഏരിയയാണ് B2B എന്ന് പറയും. ബിസിനസ്സും കൺസ്യൂമറും വരുന്ന ഏരിയയാണ് B2C എന്ന് പറയും. ബിസിനസ്സും ഗവൺമെന്റും വരുന്ന ഏരിയയാണ് B2G എന്നും പറയും. അപ്പോൾ B2B എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനവും മറ്റു ബിസിനസ് സ്ഥാപനവും തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുന്നതാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് GM, ഫോർഡ്, EDI നെറ്റ്വർക്ക്സ് ഒക്കെ. ഇനി ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം കൺസ്യൂമേഴ്സുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നതാണ്. ആമസോൺ, ഡെല്ല്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് B2Cക്ക്. ഇനി B2G എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനം ഗവൺമെന്റ് ഓർഗനൈസേഷനുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഓൺലൈൻ ടാക്സ് ഫില്ലിംഗ്, ഓൺലൈൻ ടാക്സ് ഫില്ലിംഗ്, അതുപോലെ തന്നെ കസ്റ്റംസ്, പേപ്പർ വർക്ക്, പ്രീ ക്ലിയറിംഗ്, അത്തരത്തിലുള്ളതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. അതുപോലെ തന്നെ കൺസ്യൂമർ ടു ബിസിനസ്, അതുപോലെ കൺസ്യൂമർ ടു കൺസ്യൂമർ, പിന്നെ കൺസ്യൂമർ ടു ഗവൺമെന്റ്, പിന്നെ ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു കൺസ്യൂമർ, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മോഡലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഒരു മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഇ കൊമേഴ്സ് മെട്രിക്സ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് മോഡൽ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കണം. ഇനി ഇ കൊമേഴ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ബേസിക് ആയ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ്. ഫസ്റ്റ് ഡിഫറൻസ് നമുക്ക് മീനിങ് എന്താണെന്ന് നോക്കാം. ട്രേഡിംഗ് ഇന്റർനെറ്റ് വഴി നടത്തുന്നതിന് ഇ കൊമേഴ്സ് എന്ന് പറയും. നേരെ മറിച്ച് ബിസിനസ് റൺ ചെയ്യുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ആണെങ്കിൽ ഇ ബിസിനസ് എന്ന് പറയും. അപ്പോൾ ഈ ഇ ബിസിനസിന്റെ ഒരു സബ്സെറ്റ് ആണ് ഇ കൊമേഴ്സ്. അതുപോലെ തന്നെ ഇ കൊമേഴ്സിന് കുറച്ച് ലിമിറ്റഡ് ടു മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഉണ്ട്. നേരെ മറിച്ച് ഇ ബിസിനസ്സിന് അതില്ല. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് മെയിനായിട്ട് ഇ കൊമേഴ്സിലൂടെ നടത്തുന്നത്. നേരെ മറിച്ച് ഇ ബിസിനസ്സിൽ കംപ്ലീറ്റ് ബിസിനസ് ട്രാൻസാക്ഷൻസുമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ അപ്രോച്ച് എന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ടഡ് അപ്രോച്ച് എന്നാണ് ഇ കൊമേഴ്സിന്റെ അപ്രോച്ചിനെ വിളിക്കുക. എക്സ്ട്രോവേർട്ടഡ്, അതായത് ഒരു പുറത്തേക്കുള്ള കാഴ്ച കാണിക്കുന്ന ഒരു അപ്രോച്ചാണ്. ഇ കൊമേഴ്സിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഓഫേഴ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നേരെ മറിച്ച് ഇ ബിസിനസ്സിൽ അങ്ങനെയല്ല, അത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. കൺസ്യൂമേഴ്സിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ഇ കൊമേഴ്സ് ആക്സസ് ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ അവരുടെ ആപ്പോ ഉപയോഗിച്ചിട്ടാണ്. നേരെ മറിച്ച് ഇ ബിസിനസ്സിന് കുറച്ച് വെബ്സൈറ്റുകളായിരിക്കാം, അതിലെ ലോഗിൻ കാര്യങ്ങളാവാം, CRM ആയിരിക്കാം, ERP സോഫ്റ്റ്വെയർസ് ആയിരിക്കാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇ കൊമേഴ്സിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത്. ഇന്റർനെറ്റ് തന്നെയാണ് രണ്ടോടത്തും ഉപയോഗിക്കുന്നത്. ഇ കൊമേഴ്സ് ആകുമ്പോൾ അതൊരു ഓഫീസ് റിലേറ്റഡ് ആയുള്ള കാര്യം കൂടെ ആവുന്നതുകൊണ്ട് എക്സ്ട്രാനെറ്റും ഇന്റർനെറ്റും ഇൻട്രാനെറ്റും എല്ലാം അവിടെ ഉപയോഗിക്കും. ഇനി ഇ കൊമേഴ്സിന്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി. അതായത് ഇ കൊമേഴ്സ് സൈറ്റുകൾ നമുക്ക് 24/7 അവൈലബിൾ ആണ്. വിസിറ്റേഴ്സിന് എപ്പോൾ വേണമെങ്കിലും വന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ലോഗിൻ ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും എമൗണ്ട് പേ ചെയ്യാനും എല്ലാം പറ്റും. സ്പീഡ് ഓഫ് ആക്സസ് ആണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഒരു ഫിസിക്കൽ സ്റ്റോറിൽ പോയി സാധനം വാങ്ങാൻ കുറേ സമയമെടുക്കും. നേരെ മറിച്ച് ഒരു കൺസ്യൂമർ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇ കൊമേഴ്സ് സൈറ്റിൽ കയറിയിട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ആവും. മാത്രമല്ല നമുക്ക് നല്ല നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പേജുകളും വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ലോഡ് ആവുകയും ചെയ്യും. കാർട്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലിക്കുകൾക്കുള്ളിൽ തന്നെ, അതായത് വിത്തിൻ 5 minutes ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഓർഡറും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വൈഡ് അവൈലബിലിറ്റി ആണ്.
അവൈലബിലിറ്റി മീൻസ് നമുക്ക് ഒരു ഫിസിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാവുമോ ഇല്ല എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ഇ കൊമേഴ്സ് സൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് അത് അവൈലബിൾ ആണോ, എത്ര എമൗണ്ട് വരും, വേറെ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ അതിൻ്റെ വില എത്രയാണ്, എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി പറ്റും. ആമസോണിൻ്റെ ആദ്യത്തെ സ്ലോഗൻ അറ്റ്സ് ബിഗ്ഗസ്റ്റ് ബുക്ക് സ്റ്റോർ എന്നായിരുന്നു. അപ്പോൾ they could make this claim because they were an e-commerce site and not a physical store that had to stock each book on its shelves. അപ്പോൾ അത് അവർ ക്ലെയിം ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇ കൊമേഴ്സ് സൈറ്റാണ്, ഒരു ഫിസിക്കൽ സ്റ്റോർ അല്ല. അതായത് ഓരോ ഷെൽഫ്സിലും ബുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന പോലെയുള്ള ഒരു കാര്യമല്ല എന്നാണ് അവർ ക്ലെയിം ചെയ്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഇ കൊമേഴ്സ് സൈറ്റുകളിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. അത് പിന്നെ നേരിട്ടിട്ട് ആ വെയർ ഹൗസിൽ നിന്ന് പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷിപ്പ് ചെയ്യാണ് ചെയ്യുക. മാത്രമല്ല കസ്റ്റമേഴ്സിന് കണ്ടെത്താനും പറ്റും ഇപ്പോൾ അത് എവിടെ എത്തി എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ഈസി ആക്സസിബിലിറ്റിയാണ്. ഫിസിക്കൽ സ്റ്റോറിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ളവർക്കൊക്കെയും ആക്സസ് ഉണ്ടാവുക. ദൂരത്തുനിന്ന് അവിടെ വന്ന് പെട്ടെന്ന് വാങ്ങിച്ചു പോകാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇ കൊമേഴ്സിന് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് ആ സൈറ്റ് ആക്സസ് ചെയ്യാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റും. പിന്നെ ഉള്ളത് ഇൻ്റർനാഷണൽ റീച്ചാണ്. അതായത് ഇ കൊമേഴ്സ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, എവിടേക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാനും പറ്റും. ഡിപ്പെൻഡ്സ് ഓൺ ദ ഇ കൊമേഴ്സ് സൈറ്റ്. മറ്റൊന്ന് ലോവർ കോസ്റ്റ് ആണ്. അതായത് ഫിസിക്കൽ സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്യുന്ന അത്ര കോസ്റ്റ് ഒരു ഇ കൊമേഴ്സ് വഴി വരില്ല. മാത്രമല്ല റെൻറ്റ്, ഇൻവെൻട്രി, കാഷ്യേഴ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു ഇ കൊമേഴ്സ് സൈറ്റ് നടത്തുന്ന ആൾക്ക് ട്രഡീഷണൽ സൈറ്റിനേക്കാൾ കോസ്റ്റ് കുറച്ച് മതിയാവും. പിന്നെ പേഴ്സണലൈസേഷൻ, പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ആണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അതായത് ഇ കൊമേഴ്സ് സൈറ്റ് ട്രാക്ക് ചെയ്യും വിസിറ്റേഴ്സ് എന്തൊക്കെ ബ്രൗസ് ചെയ്തു, സെർച്ച് ചെയ്തു, അതൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഫ്രീക്വൻ്റ്ലി ബോട്ട് ടുഗദർ എന്ന് പറഞ്ഞൊക്കെ നമുക്ക് കൊടുക്കും. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഹു വ്യൂഡ് ദിസ് ഐറ്റം ഓൾസോ വ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കും. അതായത് ഈ സാധനം വാങ്ങിയ ആളുകൾ മറ്റൊരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമുക്കത് ആവശ്യമാണോ, റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ അത് വരും. അതുപോലെ തന്നെ ഈ ഒരു സാധനം വാങ്ങിക്കുന്ന ആളുകൾ താഴെ പറയുന്നതും കൂടെ നോക്കിയിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളും മെസ്സേജായിട്ട് വരും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ നമുക്ക് ടച്ച് ചെയ്യാനോ കയ്യിലെടുത്ത് നമുക്ക് കാണാനോ ഒന്നും പറ്റില്ല. ഒരു വെബ് പേജിൽ നമ്മൾ കാണുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നേരിട്ട് നമുക്ക് അത് തൊട്ട് മനസ്സിലാക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. പിന്നെ മറ്റൊന്ന് വെയിറ്റ് ടൈമാണ്. ഫിസിക്കൽ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം നമ്മൾ വാങ്ങിച്ചത് എന്താണോ അത് നമുക്ക് കിട്ടും. പ്രൊഡക്റ്റ് നമുക്ക് അപ്പം തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നേരെ മറിച്ച് ഇ കൊമേഴ്സ് ആവുന്ന സമയത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിലായിരിക്കും നമുക്കത് കിട്ടുന്നുണ്ടാവുക. ആ സ്പോട്ടിൽ തന്നെ നമുക്കത് കിട്ടില്ല. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ടൈം അവിടെ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റിയാണ് നെക്സ്റ്റ് ഒരു ഇഷ്യൂ. അതായത് സ്കിൽഡായുള്ള ഹാക്കേഴ്സിന് ഒരു ഒതൻറ്റിക് ലുക്കിംഗ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ആമസോണിൻ്റെ അതുപോലത്തെ ഒരു സൈറ്റ് തന്നെ അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് മിസ്ലീഡ് ചെയ്യപ്പെടും. ആ തെറ്റായ ഫേക്കായുള്ള സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അത് ഹാക്കേഴ്സിൻ്റെ പണിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂയും കൂടെ ഇ കൊമേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായുള്ള ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ ഇ കൊമേഴ്സ് മാട്രിക്സ് എന്താണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, ഇത്രയാണ് പഠിക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കാം.